ഹലോ എവ്രി വൺ, വെൽക്കം ടു ദ ചാനൽ. ഇന്ന് ചാപ്റ്റർ 1 +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, കൊമേഴ്സിൻ്റെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിൻ്റെ ചാപ്റ്റർ 1 ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. ചാപ്റ്റർ 1 പ്രധാനപ്പെട്ട ടെക്സ്റ്റിലുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമുള്ളൊരു വീഡിയോ ആണ് ഇത്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഷുവറായിട്ടും ഈ ചാപ്റ്ററിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും, എസ്പെഷ്യലി തിയറീസ്, ഓക്കെ, ഞാൻ പ്രോബ്ലംസിൻ്റെ ക്വസ്റ്റ്യൻസ് അധികം എടുത്തിട്ടില്ല. പ്രോബ്ലംസിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് കാണിക്കണം, പക്ഷേ ഇതിൽ ഞാൻ പ്രോബ്ലംസിൻ്റെ ക്വസ്റ്റ്യൻസ് അല്ല എടുത്തേക്കണം, തിയറീസാണ്. തിയറീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് വൺ നോക്കിക്കേ. ഡാറ്റ എന്താണെന്നാണ് പറയുന്നത്. ഓക്കെ, ടെക്സ്റ്റ് എന്നുള്ള ഫോട്ടോസ് ആയതുകൊണ്ടാണ് കുറച്ച് ഫസ്റ്റ് ഈ ഒരു സെൻറ്റൻസ് പോട്ടെ. ഡാറ്റ ഡിനോട്ട്സ് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. ഡാറ്റ എന്താണെന്നാണ് ആദ്യത്തെ ചോദ്യം. ഡാറ്റ എന്താണ്? റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആണ്. കുറേ ഫാക്റ്റുകളും കുറേ നമ്പേഴ്സൊക്കെ ചുമ്മാ എഴുതി വെക്കുന്നതാണ് ഡാറ്റ. ഓക്കെ, എന്തൊക്കെയാണ് ഈ റോ ഫാക്ട്സ്, റോ ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പേഴ്സ്, വേർഡ്സ്, എമൗണ്ട്, ക്വാണ്ടിറ്റി, ഇതെല്ലാനും വെറുതെ നമ്മൾ എഴുതുന്നു. ദാറ്റ് ഈസ് ഡാറ്റ. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദാറ്റ് ക്യാൻ ബി പ്രോസസ്ഡ് ഓർ മാനിപ്പുലേറ്റഡ്. ഈ ഡാറ്റേനെ, ഈ ചുമ്മാ നമ്മൾ എഴുതി വെച്ചേക്കുന്ന ഈ റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിനെ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഈ ഡാറ്റേനെയാണ് ഡാറ്റ എന്ന് പറഞ്ഞത്. ഡാറ്റ ഡിനോട്ട്സ് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. ഓക്കെ, അതാണ് മെയിൻലി ഓർക്കേണ്ടത്. ഇനി നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്ററിലെ നിങ്ങൾ അടുത്ത ദിവസം എക്സാമിന് ഇരിക്കുമ്പോൾ കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻഫർമേഷൻ. എന്താണ് ഇൻഫർമേഷൻ? മീനിങ് ഫുൾ ആൻഡ് പ്രോസസ്ഡ് ഫോം ഓഫ് ഡാറ്റ ആണ് ഇൻഫർമേഷൻ. നിങ്ങൾ നാളെ എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പോൾ കാണാൻ പോകുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മൾ ആദ്യം പറഞ്ഞ ഡാറ്റേനെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഇൻഫർമേഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും, നാളത്തെ എക്സാമിന് ഈ ക്വസ്റ്റ്യൻ വരുമെന്ന് എങ്ങനെ ഇത്ര ഉറപ്പിച്ച് പറയാമെന്ന്. റീസൺ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഞാൻ റീസൺ കാണിച്ചു തരാം. 2024 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പിക്ചറാണ് ഇത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. പ്രോസസ്ഡ് ഡാറ്റ ഈസ് നോൺ ആസ് ഡാഷ് ഇൻഫർമേഷൻ. ഓക്കെ, ഇനി 2017 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണിത്. പ്രോസസ്ഡ് ഡാറ്റ ഈസ് നോൺ ആസ് ഡാഷ്, അതും ഇൻഫർമേഷൻ. 2016 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. മീനിങ് ഫുൾ ആൻഡ് പ്രോസസ്ഡ് ഫോം ഓഫ് ഡാറ്റ ഇസ് നോൺ ആസ് ഡാഷ്, അതിൻ്റെ ആൻസറും ഇൻഫർമേഷൻ. 2023 സേ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. പ്രോസസ്ഡ് ഡാറ്റ ഇസ് നോൺ ആസ് ഡാഷ് ഇൻഫർമേഷൻ. അപ്പോൾ ഒരു കാര്യം പറയട്ടെ, ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് വന്നത് നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ പ്രോസസ്ഡ് ഡാറ്റ ഇസ് നോൺ ആസ് ഡാഷ് എന്നൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിയുമ്പോൾ ഒന്നും ആലോചിക്കേണ്ട, വേഗം കയറി എഴുതിക്കൊള്ളണം. ആൻസർ ഇൻഫർമേഷൻ ആണ്. ഇത് ആരെങ്കിലും തെറ്റിച്ചു എന്ന് ഞാൻ അറിഞ്ഞ. ഓക്കെ, സോ ഇതെന്തായാലും എഴുതിക്കൊള്ളണം, ഇത് എന്തായാലും പഠിച്ചോളണം. ഓൾ റൈറ്റ്, ഇനി നോക്കാം. ഡിഫറൻസസ് ബിറ്റ്വീൻ ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ. ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആണ്. കുറേ ഫാക്റ്റുകളും ഫിഗേഴ്സും ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇൻഫർമേഷൻ. എന്താണെന്ന് നോക്കിയേ, പ്രോസസ്ഡ് ഡാറ്റയാണ്. ഈ ഡാറ്റേനെ നമ്മൾ പ്രോസസ്സ് ചെയ്യാൻ പറ്റും എന്നൊരു ഫസ്റ്റ് സ്ലൈഡിൽ നമ്മൾ പറഞ്ഞില്ലേ, ദാറ്റ് ക്യാൻ ബി പ്രോസസ്ഡ് ഓർ മാനിപ്പുലേറ്റഡ് എന്നൊരു വരി പറഞ്ഞില്ലേ. യെസ്, അപ്പോൾ ഈ പ്രോസസ്സ് ചെയ്ത ഡാറ്റേനെ പറയുന്നതാണ് ഇൻഫർമേഷൻ. അതാണ് പ്രോസസ്ഡ് ഡാറ്റ എന്ന് കൊടുത്തേക്കണേ. ഇനി നോക്കിയേ, ഡാറ്റയുടെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ സിമിലർ ടു റോ മെറ്റീരിയൽ. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പല മെറ്റീരിയൽസ് ഉപയോഗിക്കും, അതേപോലെയാണ് ഈ ഡാറ്റ. അടുത്തത് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ സിമിലർ ടു ദ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റ് ഫിനിഷ്ഡ്, അതായത് ഫൈനൽ എന്തായിരിക്കും, അതാണ് ഇൻഫർമേഷൻ. അതേപോലെയാണ് ഇൻഫർമേഷൻ. ഡാറ്റ നോക്കിയാൽ കെന്നോട്ട് ബി ഡയറക്ട്ലി യൂസ്ഡ്. കുറേ നമ്പേഴ്സും കുറേ ലെറ്റേഴ്സൊക്കെ തന്നു കഴിഞ്ഞാൽ അത് ഡയറക്ട്ലി നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ ഇൻഫർമേഷൻ എന്താണ്? ഡയറക്ട്ലി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ആർട്സ് ടു നോളജ്, നമുക്ക് നോളജ് തരുന്നു. ആൻഡ് ഹെൽപ്സ് ഇൻ ടേക്കിംഗ് ഡിസിഷൻസ്, നമുക്ക് അതിൽ നിന്ന് തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നു. അതുപോലെ ഡാറ്റയുടെ അടുത്തത് ഡസ് നോട്ട് ഗിവ് പ്രിസൈസ് ആൻഡ് ക്ലിയർ സെൻസ്. ഡാറ്റ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായി, പ്രിസൈസ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ തരില്ല. പക്ഷേ ഇൻഫർമേഷൻ ക്ലിയർ ആൻഡ് മീനിങ് ഫുൾ ആണ്. ഇത് പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇനി നോക്കേണ്ടത് ഡാറ്റ പ്രോസസ്സിംഗ് ആണ്. ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഡാറ്റ പ്രോസസ്സിംഗ് റെഫേഴ്സ് ടു ഓപ്പറേഷൻസ് ഓർ ആക്ടിവിറ്റീസ് പെർഫോംഡ് ഓൺ ഡാറ്റ ടു ജനറേറ്റ് ഇൻഫർമേഷൻ.
ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഡേറ്റയിൽ ചെയ്യുന്ന ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഡാറ്റയിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസ്. എന്തിനാണ് ഈ ഡാറ്റയിൽ ഓപ്പറേഷനും ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നത്? ടു ജനറേറ്റ് ഇൻഫർമേഷൻ ഉണ്ടാക്കുന്നതിനാണ് ഡാറ്റയിൽ നമ്മൾ ഇങ്ങനെ ഈ ഓപ്പറേഷൻസ് ഓർ ആക്ടിവിറ്റീസൊക്കെ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെ നമ്മൾ ജനറേറ്റ് ചെയ്തെടുക്കുന്നതാണ് ഇൻഫർമേഷൻ. സോ ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡാറ്റ പ്രോസസ്സിംഗ്. ഓക്കെ, ഇനി ഒരു ചെറിയ ഫിഗറൊക്കെ ഉണ്ട്. ഡാറ്റ 1, ഡാറ്റ 2, ഡാറ്റ 3 പ്രോസസ്സ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഇൻഫർമേഷൻ. അത്രയേ ഉള്ളൂ. ഇനി നോക്കേണ്ട കാര്യം ഈ ഒരു പിക്ചർ കണ്ടോ? എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക. ഈ ഒരു പിക്ചർ നോക്കിയേ. ഡാറ്റ പ്രോസസ്സിങ്ങിൽ 6 സ്റ്റേജസ് ഉണ്ട്. എത്രയാണ്? 6. ഓരോ സ്റ്റേജസുമാണ് ഈ പിക്ചറിൽ കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് ആണ് ഡാറ്റ ക്യാപ്ചറിങ് ഓഫ് ഡാറ്റ. രണ്ടാമത്തത് ഇൻപുട്ട് ഓഫ് ഡാറ്റ. തേർഡ് എന്താണെന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. സ്റ്റോറേജ് ഓഫ് ഡാറ്റയാണ്. ഓർഡറിൽ പഠിക്കണം. അതിനാണ് ഞാൻ ഈ തേർഡ് ശ്രദ്ധിക്കാൻ പറഞ്ഞത്. തേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോറേജ് ആണ്. ഫോർത്ത് ആണ് പ്രോസസ്സിങ് ഓർ മാനിപ്പുലേറ്റിംഗ്. ഫിഫ്ത്ത് ഔട്ട്പുട്ട് ഓഫ് ഇൻഫർമേഷൻ. ഒരു കാര്യം ഓർക്കുക, 4 വരെ ഡാറ്റ എന്നാണ്. 5 എത്തിയപ്പോൾ ഔട്ട്പുട്ട് ഓഫ് ഇൻഫർമേഷനായി. 6 ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൃത്യമായി ഓർഡറിൽ ഈ പടം വരയ്ക്കാൻ പഠിക്കണം. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിലൊരെണ്ണം ഒരെണ്ണം ഒരു ബോക്സ് ബ്ലാങ്ക് ആയിട്ട് ഇട്ടിട്ട് നിങ്ങളോട് അത് ഫില്ല് ചെയ്യാൻ പറയും. ഓർഡറിൽ പഠിച്ചാൽ ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നു. ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ തന്നെ പഠിച്ചോ. ഓക്കെ, നോക്കിക്കേ. നമ്മളോട് 2016 എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഡാറ്റ പ്രോസസ്സിംഗ് റെഫേഴ്സ് ടു ആക്ടിവിറ്റീസ് പെർഫോംഡ് ഓൺ ഡേറ്റ ടു ജനറേറ്റ് ഇൻഫർമേഷൻ. ലിസ്റ്റ് ദ സ്റ്റേജസ് ഓഫ് ഡാറ്റ പ്രോസസ്സിംഗ്. ഡാറ്റ പ്രോസസ്സിങ്ങിൻ്റെ ഈ സ്റ്റേജസ് എഴുതാനാണ് പറഞ്ഞത്. ചോദ്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്താണെന്ന് പറയട്ടെ, നമ്മൾ ഇവിടുന്ന് പഠിച്ചുകൊണ്ട് പോകും. ഓക്കെ, ഇവിടുന്ന് പഠിച്ചുകൊണ്ട് പോകും. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ സ്റ്റേജസ് ഇൻ ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ നമ്മളുടെ മൈൻഡിലേക്ക് കുറേ പടങ്ങൾ വരും. നമുക്ക് കമ്പ്യൂട്ടറിൽ മെയിൻലി ഒരു 3 ഇങ്ങനത്തെ സ്റ്റെപ്സ് പഠിക്കാനുണ്ട്. ഒന്ന് ഈ പറയുന്ന സ്റ്റേജസ് ഓഫ് ഡാറ്റ പ്രോസസ്സിംഗ്. പിന്നെ നമുക്ക് അൽഗോരിതം, ഫ്ലോ ചാർട്ടിൻ്റെ ഒക്കെ ഒരു പിക്ചർ വന്നിട്ടുണ്ട്. പിന്നെ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു പിക്ചറും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 3 പടങ്ങളും നിങ്ങളുടെ കൺഫ്യൂഷനിലേക്ക് ഇങ്ങനെ മൈൻഡിലേക്ക് കയറി വരും. അപ്പോൾ നിങ്ങളിത് ഓർക്കുക. ഈ പടം ഇതിനെ പറയുന്ന പേരാണ് സ്റ്റേജസ് ഇൻ ഡാറ്റ പ്രോസസ്സിംഗ്. ഇനി നിങ്ങൾക്കൊരു പടമുള്ളത് ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് ആണ്. ഈ 3 പിന്നെ ഒരു ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടറും. അപ്പോൾ ഈ 3 കൂടെ കൺഫ്യൂഷനിലേക്ക് ആവരുത്. അതാ പറഞ്ഞത് സ്റ്റേജസ് ഓഫ് ഡാറ്റ പ്രോസസ്സിംഗ്. ഇതിൽ ഡാറ്റ എന്നുള്ള വാക്കുകളും ലാസ്റ്റ് ഇൻഫർമേഷൻ എന്നുള്ള വാക്കുകളും വരുന്നുണ്ട്. കൺഫ്യൂസ്ഡ് ആവാറുണ്ട് കുട്ടികൾക്ക്. അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത്. നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവരുത് എക്സാമിന്. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ. ജസ്റ്റ് അത് ലിസ്റ്റ് ചെയ്ത് എഴുതിയാൽ മതി. ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ. ഇതിൽ ഈ ആളുടെ പേരൊന്ന് ഓർത്ത് വെച്ചോ. ജോൺ വോൺ ന്യൂമാൻ. എന്താ സംഭവം എന്ന് വെച്ചാൽ C++ൻ്റെ ഫൗണ്ടർ ആരാണെന്നൊരു ക്വസ്റ്റ്യൻ കുറച്ച് നാൾക്ക് മുമ്പ് നമ്മുടെ എക്സാമിന് ചോദിച്ചു. ജാൻ സ്ട്രൂസ്ട്രൂപ്പ് എന്ന് പറയുന്നൊരു ആളാണ്. അപ്പോൾ ആ ഒരു ചോദ്യം ഞാനങ്ങനെ എപ്പോഴും കണ്ടിട്ടില്ല ആ ഒരു ചോദ്യം. അതുകൊണ്ട് ഞാൻ അത് വിട്ട് കളഞ്ഞു. അത് പഠിപ്പിച്ചില്ല കുട്ടികളെ. പിന്നെ അത് എക്സാമിന് വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് എല്ലാവരുടെയും ആരാണ് ഇന്നതിൻ്റെ ഫൗണ്ടർ എന്ന് മാക്സിമം എല്ലാ ഫൗണ്ടേഴ്സിനെയൊക്കെ ഒന്ന് നോക്കി വയ്ക്കുകയാണെങ്കിൽ എക്സാമിന് ചോദിക്കുമ്പോൾ എഴുതാൻ പറ്റും. ഈ ആളിനെ ഒന്ന് നോക്കിക്കോ, ജോൺ വോൺ ന്യൂമാൻ. ഓക്കെ, അപ്പോൾ ഈവൻ ദോ കമ്പ്യൂട്ടേഴ്സ് ഡിഫർ ഇൻ സൈസ്, ഷേപ്പ്, പെർഫോമൻസ് ആൻഡ് കോസ്റ്റ് ഓവർ ദി ഇയേഴ്സ്, ബേസിക് ഓർഗനൈസേഷൻ ഓഫ് എ കമ്പ്യൂട്ടർ ഇസ് സെയിം. കമ്പ്യൂട്ടറിൻ്റെ ഷേപ്പിലും സൈസിലും കോസ്റ്റിലൊക്കെ മാറ്റം വരുന്നുണ്ട്. എന്നാലും ബേസ് ചെയ്തിരിക്കുന്നത് ഒരു സെയിം മോഡലിലാണ്. ആ മോഡൽ കണ്ടുപിടിച്ചതാണ് ജോൺ വോൺ ന്യൂമാൻ. ചോദിച്ചാൽ എഴുതണം. ഇനി നോക്കിക്കേ. ഈ പറയുന്ന കമ്പ്യൂട്ടറിൽ ഫങ്ഷണൽ യൂണിറ്റ്സ് ആയിട്ട് 4 ഉണ്ട്. ഇൻപുട്ട് യൂണിറ്റ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, അത് തന്നെ നമ്മുടെ സ്വന്തം CPU. അത് കഴിഞ്ഞിട്ട് സ്റ്റോറേജ് യൂണിറ്റും ഔട്ട്പുട്ട് യൂണിറ്റും. ഈ 4 ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ എന്നുള്ളത് ഓർത്തിരിക്കുക. നിങ്ങളിതെല്ലാം ഞാൻ പറയുമ്പോൾ ചോദ്യം ഉത്തരം കൂടി പഠിച്ചിട്ട് വേണം. നമ്മൾ കുറേ ആൻസേഴ്സ് പഠിച്ചിട്ട് പോകും. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ മറന്നു പോകും. കുട്ടികൾ സാധാരണ സംഭവിക്കുന്ന കാര്യമാണ്. എപ്പോഴും മറന്നുകൊണ്ടൊരു ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. നമ്മുടെ ടൈപ്പ് മോഡിഫയേഴ്സ് ഇൻ C++. ലോങ്, ഷോർട്ട്, സൈൻഡ്, അൺസൈൻഡ്, ഈ 4 വാക്കുകളാണ് ആൻസർ. എല്ലാവരും മോസ്റ്റ് ഓഫ് ദ ചിൽഡ്രൻ മറന്നു പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ടൈപ്പ് മോഡിഫയേഴ്സ്. അപ്പോൾ ഇത് നോക്കിയേ, നിങ്ങൾ മറക്കരുത്. ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ 4 ഇൻപുട്ട്, CPU, സ്റ്റോറേജ്, ഔട്ട്പുട്ട്.
ഓക്കെ, ഈ ഒരു പിക്ചർ നന്നായിട്ട് പഠിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പിക്ചറിൽ ഒരെണ്ണമാണ് ഇത്. ഒരുപാട് പിക്ചേഴ്സ്, 2-3 പിക്ചേഴ്സ് നമുക്ക് പഠിക്കാനുണ്ടല്ലോ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പിക്ചർ ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ്. കാരണം ഈ പടം നിങ്ങളോട് വരയ്ക്കാൻ എപ്പോഴും ചോദിക്കാറുണ്ട്. ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഫസ്റ്റ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഇൻപുട്ട് യൂണിറ്റിലേക്ക് കൊടുക്കും. ഇൻപുട്ട് യൂണിറ്റിലേക്ക് കൊടുക്കുന്നത്, അതായത് ഇൻപുട്ട് യൂണിറ്റ് വഴിയാണ് ഈ ഡാറ്റ ഇൻസ്ട്രക്ഷൻസ് കമ്പ്യൂട്ടറിലേക്ക് എൻ്റർ ആവുന്നത്. ഇൻപുട്ട് യൂണിറ്റിൽ കീബോർഡ്, മൗസൊക്കെ ഇല്ലേ, നമ്മൾ ഡാറ്റ അങ്ങടേക്ക് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്നത് എങ്ങനെയാണ്? കീബോർഡ് യൂസ് ചെയ്യുന്നു, മൗസ് യൂസ് ചെയ്യുന്നു, അതാണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഇൻപുട്ട് യൂണിറ്റാണ് ആദ്യം. പിന്നെ നോക്കിക്കേ, അടുത്ത പടം നോക്കാം. CPU എന്താണ്? അതിൽ വരുന്ന 3 കൺട്രോൾ യൂണിറ്റ്, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്, രജിസ്റ്റേഴ്സ്. ഈ 3 നന്നായിട്ട് പഠിക്കാം. അത് കഴിഞ്ഞിട്ട് സ്റ്റോറേജ് യൂണിറ്റാണ് മുകളിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ഔട്ട്പുട്ട് യൂണിറ്റ്. ഈ 4 യൂണിറ്റ്സും കൃത്യമായിട്ട് വരയ്ക്കാൻ പഠിക്കണം. ചോദ്യം പഠിക്കണം. ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ. ചോദ്യം പഠിക്കാതെ പോയെന്ന് ഞാൻ അറിഞ്ഞ. ഇനി നോക്കിക്കേ, നമുക്ക് 2023 എക്സാമിന് ചോദിച്ചാണ് ഡ്രോ ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ. നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഹിൻ്റായിട്ടാണ് അവർ ആ ബ്ലോക്ക് ഡയഗ്രാം എന്ന് തന്നേക്കണത്. കണ്ടോ? സോ നിങ്ങളത് മനസ്സിലാക്കി ബ്ലോക്ക് ഡയഗ്രാം എന്ന് കാണുമ്പോൾ ഓക്കെ, ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ ആണ് എന്നുള്ളത് നമ്മൾ വേഗം ഓർത്ത് എടുത്ത് ഈ പടം വരയ്ക്കണം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഫങ്ഷണൽ യൂണിറ്റ്സിൽ ഇൻപുട്ട് യൂണിറ്റ് ഉണ്ട്, CPU ഉണ്ട്, സ്റ്റോറേജ് ഉണ്ട്, ഔട്ട്പുട്ട് യൂണിറ്റ് ഉണ്ട്. ഫസ്റ്റ് തന്നെ നമ്മുടെ സ്വന്തം CPU. ചെറുപ്പം മുതൽ നമ്മൾ പഠിച്ചേക്കുന്ന ഒരു വരി ഇപ്പോൾ പറയട്ടെ, CPU ഇസ് ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. എല്ലാവർക്കും എവിടെയെങ്കിലും പണ്ട് പഠിച്ചത് ഓർക്കണുണ്ടാവുമെങ്കിൽ ഈ ഒരു പോയിൻ്റ് ആയിരിക്കും ഓർക്കണ്ടാവുക. CPU ഇസ് ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ CPU ആണ് എന്ന് നമുക്കറിയാം. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ചോദിക്കാറുണ്ട്. നിങ്ങൾ വിചാരിക്കും ഇത് ചോദിക്കുമോ, ഇത്രയും ചെറിയ സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കുമോ എന്ന് ചോദിക്കും. യെസ്, ചോദിക്കാറുണ്ട്. CPU ഇസ് ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിൽ നോക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഫങ്ഷൻസ് ഓഫ് CPU ആർ പെർഫോംഡ് ബൈ 3 കോമ്പോണൻറ്റ്സ്. അപ്പോൾ CPUവിൻ്റെ 3 കോമ്പോണൻറ്റ്സ്, ALU, CU, രജിസ്റ്റേഴ്സ്. ALU എന്ന് പറഞ്ഞാൽ എന്താ? അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ്. CU എന്താ? കൺട്രോൾ യൂണിറ്റ്. ആൻഡ് രജിസ്റ്റേഴ്സ്. ഇത് 3 എന്ത്? കോമ്പോണൻറ്റ്സ് ഓഫ് CPU. ഓക്കെ, ALU എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ALU എന്താ ചെയ്യുന്നത്? ഇറ്റ് പെർഫോംസ് കാൽക്കുലേഷൻസ് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് സച്ച് ആസ് കമ്പാരിസൺസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, ആ ഒരു പോയിന്റ് പഠിക്കുക. കാൽക്കുലേഷൻസും ലോജിക്കൽ ഓപ്പറേഷൻസും ഒക്കെ അരിത്തമെറ്റിക് എന്ന് കേൾക്കുമ്പോഴും ലോജിക്കൽ എന്ന് കേൾക്കുമ്പോഴും നിങ്ങൾക്ക് ആ 2 വാക്കും കണക്ട് ചെയ്യാൻ പറ്റും. കാൽക്കുലേഷൻസ് അരിത്തമെറ്റിക് മാത്സ് ആയിട്ട് കണക്റ്റഡ് അല്ലേ കാൽക്കുലേഷൻസ്. ലോജിക്കൽ യൂണിറ്റിൻ്റെ ലോജിക്കൽ ഓപ്പറേഷനുള്ള ഡയറക്റ്റ് വാക്ക് വെച്ച് നമുക്ക് എഴുതാം. അരിത്തമെറ്റിക് എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻസ്, ലോജിക്കൽ ഓപ്പറേഷൻസ്, ആ ലോജിക് യൂണിറ്റിൻ്റെ ലോജിക് എന്നുള്ള വാക്കെടുത്ത് നമ്മൾ ഓർക്കുന്നു. ഇനി അടുത്തത് നോക്കിക്കേ, കൺട്രോൾ യൂണിറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. കൺട്രോൾ യൂണിറ്റിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ദറ്റ് മാനേജസ് ആൻഡ് കോർഡിനേറ്റ്സ് ഓൾ അതർ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ. സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് കൺട്രോൾ യൂണിറ്റാണ്. ഈ പോയിന്റ് ഓർക്കുക. സെൻട്രൽ നെർവസ് സിസ്റ്റം എന്താണ്? കമ്പ്യൂട്ടറാണ്. മറ്റുള്ള എല്ലാ യൂണിറ്റ്സിനെയും കോർഡിനേറ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ കൺട്രോൾ യൂണിറ്റാണ്. നെക്സ്റ്റ് ആണ് രജിസ്റ്റേഴ്സ്. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, നിങ്ങളൊരു കാര്യം പറയട്ടെ, ഈ ക്യാഷ് മെമ്മറിയും രജിസ്റ്റേഴ്സും ഇത് രണ്ടും തിരിഞ്ഞു പോകും കുട്ടികൾക്ക്. നമുക്ക് തിരിഞ്ഞു പോകരുത്. രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ടെമ്പററി സ്റ്റോറേജ് എലമെൻറ്റ്സ് ദാറ്റ് ഫെസിലിറ്റേറ്റ് ഫങ്ഷൻസ് ഓഫ് CPU. ടെമ്പററി സ്റ്റോറേജ് എലമെൻ്റ് എന്ന് കണ്ടാൽ രജിസ്റ്ററാണ്. ഓക്കെ, സ്മോൾ ആൻഡ് ഫാസ്റ്റസ്റ്റ് മെമ്മറി ബിറ്റ്വീൻ പ്രോസസ്സർ ആൻഡ് റാം എന്ന് കണ്ടാൽ ഓർക്കുക ക്യാഷ് മെമ്മറി. ഈ രജിസ്റ്റേഴ്സും ക്യാഷ് മെമ്മറിയും തിരിഞ്ഞു പോകാറുണ്ട്, നമുക്ക് തിരിഞ്ഞു പോകരുത്. രജിസ്റ്റേഴ്സ് എന്താണ്? ടെമ്പററി സ്റ്റോറേജ് എലമെൻറ്റ്സ് ദാറ്റ് ഫെസിലിറ്റേറ്റ് ഫങ്ഷൻസ് ഓഫ് CPU. പഠിക്കണം. നെക്സ്റ്റ് നോക്കാം, സ്റ്റോറേജ് യൂണിറ്റ്. സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 2 ടൈപ്സ് ആണ് മെയിൻലി ഉള്ളത്, പ്രൈമറി, സെക്കൻഡറി. പ്രൈമറിയിൽ വരുന്നതാണ് റാം ആൻഡ് റോം. സെക്കൻഡറിയിൽ വരുന്നതാണ് CD, DVD, ഹാർഡ് ഡിസ്ക്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? പ്രൈമറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നതാണ് പ്രൈമറി. സെക്കൻഡറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർമനൻറ്റ് സ്റ്റോറേജ് ആണ്. പ്രൈമറിയിൽ
ഉള്ള എല്ലാ കാര്യങ്ങളും പ്രൈമറിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അതിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസ് എല്ലാനും ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്വന്തം സെക്കൻഡറി സ്റ്റോറേജ്. ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്നുണ്ട്, ഇതിൽ ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. ഔട്ട്പുട്ട് യൂണിറ്റ് എന്നുള്ളതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, മെയിനായിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഡിവൈസസ് ഏതാണ്? മോണിറ്റർ, പ്രിൻ്റർ, പ്രൊജക്ടർ. ഓക്കെ, ഇതെല്ലാനും ഔട്ട്പുട്ടാണ്. നിങ്ങൾ ആലോചിക്കും, ഇതെല്ലാവരും തെറ്റിക്കാറുണ്ട്. ഞാൻ പറയട്ടെ, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മോണിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് ഔട്ട്പുട്ട് കാണിച്ചു തരുന്നതല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക. മോണിറ്റർ, കമ്പ്യൂട്ടറിൻ്റെ മോണിറ്റർ എന്ന് പറഞ്ഞാൽ സ്ക്രീൻ. ഇങ്ങോട്ടേക്ക് നമ്മളിപ്പോൾ ഒരു കാര്യം കീബോർഡിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഇങ്ങോട്ട് കമ്പ്യൂട്ടറിൽ അത് മനസ്സിലായി നമുക്ക് കാണിച്ചു തരുന്നത് എങ്ങനെയാണ്? മോണിറ്ററിൽ തെളിഞ്ഞാണോ അല്ലേ? സോ അതൊരു ഔട്ട്പുട്ട് ഡിവൈസാണ്. പ്രിൻറ്റ് നമ്മൾ പേപ്പർ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻറ്റ് ചെയ്ത് സംഭവം തിരിച്ചിങ്ങോട്ട് പേപ്പർ തരും. ഫോട്ടോസ്റ്റാറ്റൊക്കെ നമുക്ക് ഇങ്ങോട്ട് തരും പേപ്പറിൽ. അതുകൊണ്ട് എന്താണ്? ഔട്ട്പുട്ട് ഡിവൈസാണ്. മനസ്സിലായി? അപ്പോൾ പ്രിൻ്റർ, മോണിറ്റർ, ഇതൊക്കെ ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. നിങ്ങൾ അങ്ങനെ ഒന്ന് ഓർത്ത് നോക്കാം. അപ്പോൾ ഇൻപുട്ട് എന്താ? ഈ കീബോർഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്, ഇൻപുട്ട് ചെയ്ത് കൊടുക്കുകയാണ്, കീബോർഡ് ഇൻപുട്ടാണ്. പിന്നെന്താ? മൗസിൽ നമ്മളിങ്ങനെ എന്താ പറയുക, ക്ലിക്ക് ചെയ്യാനുള്ളതുണ്ട്, സ്ക്രോൾ ചെയ്യാൻ പറ്റും, ഇൻപുട്ട് കൊടുക്കുന്നതാണ് മൗസും. പിന്നെന്താ? നമ്മുടെ ടച്ച് സ്ക്രീൻ അല്ലേ, നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ അത് ഇൻപുട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഇൻപുട്ട് ഡിവൈസസ് കുറേ ഉണ്ട്, അത് നോക്കണം. ചിലപ്പോൾ ആയിട്ട് ഇൻപുട്ട് ഡിവൈസസ് 5 എണ്ണത്തിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വരും. അപ്പോൾ ഒരു 5 ഇൻപുട്ട് ഡിവൈസിനെ പറ്റി പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് എഴുതാം. ചിലപ്പോൾ അത് വരാം. ഓക്കെ, യെസ്. ഇനി നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കമ്പ്യൂട്ടറിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. കമ്പ്യൂട്ടറിനെ പറ്റിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് പറഞ്ഞുതരാം. കമ്പ്യൂട്ടർ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും കമ്പ്യൂട്ടറിന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞാലും കമ്പ്യൂട്ടർ ഒരു സ്ലേവാണ് ഹ്യൂമൻ ബീങ്ങിൻ്റെ. കാരണം എന്താണ്? കമ്പ്യൂട്ടറിന് തീരുമാനങ്ങൾ എടുക്കാനുള്ള പവർ ഇല്ല, IQവും ഇല്ല. അതാണ് അതിൻ്റെ ആൻസർ കേട്ടോ. ഇനി നമുക്ക് അഡ്വാൻറ്റേജസ് നോക്കാം, ഡിസഡ്വാൻറ്റേജസ് നോക്കാം. കമ്പ്യൂട്ടറിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ നല്ല സ്പീഡാണ്. നല്ല സ്പീഡുണ്ട് അല്ലേ? അതായത് കമ്പ്യൂട്ടറിന് ഒരു സെക്കൻഡിൽ മില്യൺസ് ഓഫ് ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും, ഒരു മിനിറ്റിൽ ചെയ്യാൻ പറ്റും. ഒരു മനുഷ്യൻ മാസങ്ങളും വർഷങ്ങളും എടുത്ത് ചെയ്യുന്ന കാര്യം കമ്പ്യൂട്ടറിന് മിനിറ്റ്സിൽ ചെയ്യാൻ പറ്റും. സ്പീഡ് എന്നുള്ള പോയിൻ്റാണ് അവിടെ വരുന്നത്. രണ്ടാമത്തെ ആക്യുറസി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട്, അതായത് നമ്മൾ കൊടുക്കുന്നത് ഇൻപുട്ട് കൃത്യമാണെങ്കിൽ ഇങ്ങോട്ട് മാക്സിമം തെറ്റിക്കാതെ തന്നെ ഔട്ട്പുട്ട് കമ്പ്യൂട്ടർ തരും. അപ്പോൾ ആക്യുറസി എന്നുള്ളത് ആ പോയിൻ്റാണ്. നെക്സ്റ്റ് വൺ ഡിലിജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടയേർഡ് ആവില്ല. അതായത് മനുഷ്യന്മാർ കുറേ നേരം ജോലി ചെയ്താൽ ടയേർഡാവും, പക്ഷേ കമ്പ്യൂട്ടർ എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും ടയേർഡാവാതെ നമ്മൾ പറയുന്ന അനുസരിക്കാതിരിക്കുകയൊന്നുമില്ല അല്ലേ, നമ്മളെ അനുസരിച്ചുകൊണ്ട് ജോലി ചെയ്യും. അതാണ് ഡിലിജൻസ്. അടുത്ത പോയിന്റ് വെർസാറ്റിലിറ്റി എന്ന് പറഞ്ഞാൽ പല വെറൈറ്റീസ് ഓഫ് വർക്ക്സ് കമ്പ്യൂട്ടറിന് ചെയ്യാൻ പറ്റും. അതാണ് വെർസാറ്റിലിറ്റി. ഹ്യൂജ് മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിന് നല്ല സ്റ്റോറേജ് കപ്പാസിറ്റിയാണ് അല്ലേ, നമുക്ക് വേണമെങ്കിൽ അത് കൂട്ടിക്കൊണ്ട് വരാനും സാധിക്കും. നിങ്ങൾ മറന്നു പോകാനും കൺഫ്യൂഷൻ ആവാനും പോകുന്ന വാക്കുകളാണ് ഡിലിജൻസും വെർസാറ്റിലിറ്റി. അതുകൊണ്ട് അതിന് ഇച്ചിരി കൂടുതൽ അറ്റൻഷൻ കൊടുത്ത് പഠിക്കുക. ഡിലിജൻസ്, വെർസാറ്റിലിറ്റി. ഡിലിജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയം വർക്ക് ചെയ്യാൻ പറ്റും. വെർസാറ്റിലിറ്റി എന്ന് പറഞ്ഞാൽ പല കൈൻഡ്സ് ഓഫ് വർക്ക്സ് ചെയ്യാൻ പറ്റും, പല തരത്തിലുള്ള ജോലികൾ ചെയ്യാൻ പറ്റും. ഇനി ലിമിറ്റേഷൻസ് നോക്കിയാൽ ലാക്ക് ഓഫ് IQ. അതായത് നമ്മൾ വിചാരിക്കും കമ്പ്യൂട്ടറിന് ഭയങ്കര കഴിവാണെന്ന്, പക്ഷേ അങ്ങനെയൊന്നുമല്ല. കമ്പ്യൂട്ടറിന് ഹ്യൂമൻസിൻ്റെ പോലത്തെ നാച്ചുറൽ ഇൻ്റലിജൻസ് ഒന്നും ഇല്ല. ലാക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവർ. നമ്മൾ ഒരു തീരുമാനം എടുത്തതാ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ തീരുമാനം എടുത്തു തരുമോ? ഇല്ല. അങ്ങനെ തീരുമാനിക്കാനുള്ള പവറും കമ്പ്യൂട്ടറിന് ഇല്ല. ഇത് പഠിക്കണം കേട്ടോ. അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ചോദിക്കും. പിന്നെ നോക്കിയേ, GIGOൻ്റെ ഫുൾ ഫോം നോക്കണം. ഗാർബേജ് ഇന്നും ഗാർബേജ് ഔട്ട് കേട്ടോ, ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഓക്കെ, റൈറ്റ് എനി 4 അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടർ ചോദിച്ചാൽ നമ്മുടെ ഈ പോയിന്റ്സ് എഴുതുക. സ്പീഡ്, ആക്യുറസി, ഡിലിജൻസ്, വെർസാറ്റിലിറ്റി ആൻഡ് ഹ്യൂജ് മെമ്മറി. ഓൾറൈറ്റ്. നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നമ്മൾ ഈ ASCII, EBCDIC, ISCII, യൂണിക്കോഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻ വന്നത് ഇങ്ങനെയാണ്, മെത്തേഡ്സ് ടു റെപ്രസെൻറ്റ് ക്യാരക്ടേഴ്സ്. അതെന്താണെന്ന് പെട്ടെന്ന് ക്ലിക്കാവില്ല. മെത്തേഡ്സ് ടു റെപ്രസെൻറ്റ് ക്യാരക്ടേഴ്സ് എന്നൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ ഓർക്കുക, ഇതാണ് നമ്മുടെ ASCII, EBCDIC ഒക്കെയാണ് എഴുതേണ്ടത്. ASCIIനെ കുറിച്ച് എപ്പോഴും ചോദിക്കുന്നത് ASCIIയുടെ ഫുൾ ഫോമാണ്, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. ആ ഒരു ഫുൾ ഫോം പഠിക്കുക. ASCIIയുടെ ഫുൾ ഫോം അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്, അത് പഠിക്കുക. പിന്നെ നോക്കേണ്ടത് EBCDICൻ്റെ ഫുൾ ഫോം ഒന്ന് നോക്കുക, എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇൻ്റർചേഞ്ച് കോഡ്.
ISCIയുടെ ഫുൾ ഫോം പഠിക്കണം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് ആണ് ആസ്കി. അത് പഠിക്കാമെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ചും നമുക്ക് പഠിക്കാം. ISCIയും പഠിക്കാം. നെക്സ്റ്റ് വൺ നോക്കിക്കേ. അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യൻ എന്ന് പറയുന്ന ഹിൻറ്റ് തന്നിട്ട് ചോദിക്കുവാണെങ്കിൽ അവർക്ക് അത് ISCI ആണ് കേട്ടോ. അതായത് എന്താ പറയുക, ഇറ്റ് ഈസ് എൻ എൻകോഡിംഗ് സ്കീം ഫോർ റെപ്രസെൻറ്റിംഗ് വേരിയസ് റൈറ്റിംഗ് സിസ്റ്റംസ് ഓഫ് ഇന്ത്യ എന്നൊക്കെ തന്നിട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് ISCI ആണ്. അത് ഇന്ത്യ എന്നുള്ളത് അതിൻ്റെ ഫുൾ ഫോമിൽ തന്നെ ഉണ്ട്. നെക്സ്റ്റ് വൺ യൂണിക്കോഡ്. യൂണിക്കോഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം 16 ബിറ്റ്സ്. എത്രയാണ്? 16 ബിറ്റ്സ് എന്നുള്ള വാക്കോ ആ ഒരു പോയിന്റ് ഓർക്കുക. റെപ്രസെൻറ്റ് 65,536 ക്യാരക്ടേഴ്സ്, ആ പോയിന്റ് ഓർക്കുക. പിന്നെന്താ? ഓൾമോസ്റ്റ് ഓൾ റിട്ടൺ ലാംഗ്വേജസ് ഓഫ് ദ വേൾഡ്, ആ പോയിന്റ് ഓർക്കുക. ഓക്കെ, ഈ 3 പോയിൻറ്റ്സും വെച്ചിട്ട് വേണം യൂണിക്കോഡ് എഴുതാൻ. യൂണിക്കോഡ് എപ്പോഴും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആസ്കിയും യൂണിക്കോഡാണ് എപ്പോഴും ചോദിക്കാറ്. ആസ്കിയുടെ ചോദിക്കുന്നത് ഫുൾ ഫോം ആയിരിക്കും. യൂണിക്കോഡിൻ്റെ എത്ര ബിറ്റ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എന്നൊരു ചോദ്യമായിരിക്കും വരെ. ജസ്റ്റ് ഒരു ഷോർട്ട് നോട്ട് യൂണിക്കോഡിനെ പറ്റി എഴുതാൻ പറയും. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോയിൻറ്റ്സ് ഒക്കെ വെച്ച് എഴുതാം. നെക്സ്റ്റ് ഈ ഒരു പാർട്ട് എന്ന് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിജിറ്റൽ ഓഡിയോ ഇമേജ് ആൻഡ് വീഡിയോ ഫയൽ ഫോർമാറ്റ്സിൽ JPEGയുടെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. ജോയിൻറ്റ് പിക്ചർ എക്സ്പെർട്സ് ഗ്രൂപ്പ് എന്നാണ് അതിൻ്റെ ആൻസർ. ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഇമേജസ് സ്റ്റോർ ചെയ്യാവുന്ന ഫയൽ ഫോർമാറ്റ്സിൻ്റെ പേര് ചിലപ്പോൾ ചോദിക്കാം. നോക്കിക്കോ, അതിൻ്റെ ആൻസർ നോക്കിയാൽ BMP, TIFF, GIF, PNG ഏതെങ്കിലും ഒരു 2 നോക്കിയിട്ട് പോവാം. പിന്നെ അതേപോലെ തന്നെ ഓഡിയോ ഫയൽസ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഫയൽ ഫോർമാറ്റ്സ് നോക്കുക. WAV, MP3, MIDI. ഓക്കെ, അതും കൂടി ഒന്ന് നോക്കിയിട്ട് പോവാം. ഓക്കെ, സോ ഇത്രയുമാണ് ചാപ്റ്റർ 1 പ്രോബ്ലംസ് കൂടാതെ തിയറീസ് പാർട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ, ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടു, മനസ്സിലായി എന്നുണ്ട് എങ്കിൽ, പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നാണെങ്കിൽ, ഈ കമ്പ്യൂട്ടർ എക്സാം എങ്ങനെ എഴുതണം അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് അതിനനുസരിച്ചുള്ള നിങ്ങൾ പിന്നെ ഏത് ടൈപ്പ് ഓഫ് വീഡിയോസാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഞാൻ കൃത്യമായിട്ട് ആ സംഭവം അപ്ലോഡ് ചെയ്ത് തരുന്നതാണ്. ഓൾറൈറ്റ്, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.